ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മൺചട്ടിയൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മയക്കിയെടുക്കാം, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ചട്ടികളൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ അത് സ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ യൂസേജ് കഴിഞ്ഞിട്ട് കഴുകിയെടുത്ത് വയ്ക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം വേണം എടുത്ത് വയ്ക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഇതുപോലെയുള്ള സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പഴയ രീതിയിൽ നമ്മളൊരു തുണി റൗണ്ടിൽ ചുറ്റി കൊടുത്തിട്ടോ അതിൻ്റെ മുകളിൽ വേണം ഇത് വെക്കാനായിട്ട്. സ്റ്റാൻഡില്ലാതെ ഫ്ലാറ്റായിട്ടുള്ള പ്ലേസിൽ ഒരിക്കലും നമ്മുടെ മൺചട്ടിയൊന്നും വെക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ നമുക്ക് കമഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു കപ്പാണ് ഞാൻ പുതിയതായിട്ട് കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബോൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പും ബോളൊക്കെ നമ്മൾ കുക്കിംഗ് പർപ്പസിനല്ല, സെർവിങ് പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റംസൊക്കെ എങ്ങനെയാണ് മയക്കിയെടുത്ത് നമുക്ക് യൂസബിൾ ആക്കുന്നതെന്നും കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ വലിയൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോൾസൊക്കെ ഇതിൽ നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 24 ഹവേഴ്സ് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 24 ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മളത് എടുത്തു മാറ്റുന്നത്. ഈ കപ്പ് നേരത്തെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. 24 ഹവേഴ്സ് നമ്മളിത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം നമ്മളെടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു കപ്പാണിത്. ഇനിയിപ്പോൾ നമ്മൾ ബോൾ പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കുറേ നേരം വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് റബ്ബ് ചെയ്താൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഡ്രൈ ആവാനായിട്ട് വെയിലുള്ള സ്ഥലത്തോ അല്ലാതെയോ നമുക്കതൊന്ന് എയർ ഡ്രൈ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെ വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പ് അതുപോലെ ബേക്കിംഗ് സോഡ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വാഷിൽ തന്നെ ഡിഷ് വാഷ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഉപ്പ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഡ്രൈ ആയതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഉപ്പ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് വെറും വെള്ളത്തിൽ കഴുകിയെടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് വാഷ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം വലിഞ്ഞ് ഡ്രൈ ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് യൂസബിളാണ്. ഇപ്പോൾ ഞാനത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് തുടച്ചെടുത്ത് ഒന്ന് വെളിച്ചെണ്ണയും കൂടെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രം ഇത്രയും ചെയ്തെടുത്താൽ തന്നെ മതിയാകും. ഇനിയിപ്പോൾ നമ്മുടെ കുക്കിംഗ് പോട്ടൊക്കെ ആണെങ്കിൽ ചെയ്യാനുള്ളത്, ഫസ്റ്റ് ഡേ നമ്മളതൊന്ന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് മൺകലത്തിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കേണ്ടതാണ്. തിളച്ചതിന് ശേഷം ഇനി അതങ്ങനെ തന്നെ ഇറക്കി മാറ്റി വയ്ക്കേണ്ടതാണ്. പിറ്റേ ദിവസം അതേ കഞ്ഞിവെള്ളം മാറ്റി കൊടുത്തതിന് ശേഷം പുതിയ കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കേണ്ടതാണ്. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം 4th ഡേ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൺചട്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പീര യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങാപ്പീരയും വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളപ്പിക്കേണ്ടതാണ്. ഫസ്റ്റ് ഡേ ഒന്ന് തിളപ്പിച്ച് വെച്ചതിന് ശേഷം സെക്കൻഡ് ഡേ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് ആ ഒരു തേങ്ങാപ്പീരയുടെ വെള്ളം ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. തേർഡ് ഡേ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഡേ മാത്രമാണ് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമായിട്ടുള്ളത്. സെക്കൻഡ് ഡേയും തേർഡ് ഡേയും വെള്ളം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മതിയാവും. ഇനി നമ്മുടെ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് സെയിം ഡേ തന്നെ നമ്മൾ ആ ഒരു പോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ചായപ്പൊടിയാണ്. കുറച്ചധികം ചായപ്പൊടി, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു മൺചട്ടിയൊക്കെ ആണെങ്കിൽ 4 ടേബിൾ സ്പൂണോളം ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ തിളപ്പിക്കേണ്ടതാണ്. തിളപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. അപ്പോൾ വെള്ളം പകുതിയോളം വറ്റി വരുന്നവരെ തിളപ്പിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് കഴുകിയെടുത്ത് അതേ ദിവസം തന്നെ നമുക്ക് ആ ഒരു ചട്ടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.